ഗബ്രിക്കാകെ കയ്യിന്ന് പോയി ഇരിക്കുമായിരുന്നു. ജയിലിൽ കയറി സ്പേസ് ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ വിഷമവും വൈരാഗ്യവും ഒക്കെ ആയിരുന്നു ഇത്രയും നേരവും. സിജോയോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ റസ്മിന് പൂർണ്ണമായിട്ടും എതിരായിരിക്കുകയാണ് നമ്മുടെ ഗബ്രി. വലിയ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു, ഇപ്പൊ അല്ല എന്നാണ് ലൈവ് കണ്ടപ്പോൾ തോന്നിയത്. ജാസ്മിനെ തനിക്കെതിരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന ഓൾറെഡി ഒരു സംശയം ഗബ്രിക്ക് ഉണ്ടായിരുന്നു റസ്മിനെ കുറിച്ച്. ഇന്നിപ്പോ ജിൻഡോയ്ക്കൊപ്പം ജയിൽ ടാസ്ക് കളിച്ച് ജയിച്ചതും എല്ലാം ഗബ്രിയുടെ ഈഗോനെ വളരെയധികം ട്രിഗർ ചെയ്ത് ഹേർട്ട് ചെയ്തൊരു കാര്യമാണ്. ഫ്രജൈൽ ഈഗോ ആണ് ഗബ്രിയലിന്. അങ്ങനെ ആ രീതിയിലുള്ള ഒരുത്തനാണ്, ഫ്രജൈൽ ഈഗോ ഉള്ള ഒരുത്തനാണ്. അപ്പൊ ആ ഒരു യെല്ലോ കോർണറിന്റെ അവിടെ ഗബ്രി ആകെ കലിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ജാസ്മിൻ വന്നിട്ട് ഗബ്രി നുണ പറഞ്ഞു എന്ന രീതിയിൽ എന്തോ പറയുന്നു. ഗബ്രി കലിപ്പൻ കാന്താരി ജാസ്മിനെ എടുത്തിട്ട് കൊടയുന്നുണ്ട്, ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ആ തുള്ളലൊന്നും കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. ചിരിച്ചിട്ട് വയ്യാത്ത അവസ്ഥയിലായി പോയി. കലിപ്പനാവാനും വേണം ഒരു മിനിമം ക്വാളിറ്റി. ക്യാമറയിൽ നോക്കി കൈ ചൂണ്ടി സംസാരിക്കുന്നതും ക്യാമറയ്ക്ക് വേണ്ടി ഒരാളുടെ മെക്കിട്ട് കയറുന്നതും ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഗബ്രി ആ രീതിയിലാണ് ഒരു കാര്യമില്ല ജാസ്മിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് കയറിയത്. ലൈവ് കണ്ടവർക്കറിയാം. അതും എന്തൊക്കെയാണ് കാണിക്കുന്നത്. പില്ലോ എടുത്ത് എറിയുന്നു, ചാടി എണീറ്റ് പോകുന്നു. ഞാനിന്ന് റസ്മിനെ തീർത്തു കളയും, അവളോട് എന്തൊക്കെയൊക്കെയോ ചോദിക്കും. വലിയ സീരിയസ് ആയിട്ട് റോഷാകുലനായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒത്തില്ല മോനെ, ഒത്തില്ല. ജാസ്മിനെ ഇതൊക്കെ കണ്ടിട്ട് ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്, ഉറപ്പാണ്. അതാണ് ഗബ്രിയുടെ കോമഡി നാടകം. ഇപ്പൊ കുറച്ചു മുമ്പ് നടന്നതാണ്. കാണേണ്ട ഐറ്റം തന്നെയായിരുന്നു.